അണ്ണാമലയുടെ പുതിയ പാർട്ടി ഒരുപാട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്. പക്ഷേ സ്വല്പം വ്യത്യസ്തമായ രീതിയിൽ അണ്ണാമലയുടെ ഉദ്ദേശശുദ്ധിയെ അവലോകനം ചെയ്യാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഈ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാവുന്നത് യഥാർത്ഥ അണ്ണാമലൈ ആര്, എന്താണ് അണ്ണാമലയുടെ ഉദ്ദേശം, ഇതിന് പിന്നിൽ അണ്ണാമലയുടെ പിന്നിൽ ചില ശക്തികളുണ്ടോ, നേരായ വഴിയിൽ സാധിക്കാത്ത കാര്യം വളഞ്ഞ വഴിയിൽ സാധിക്കാനുള്ള ആരുടെയെങ്കിലും ശ്രമമാണോ, അതോ ഇത് കേവലം ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണോ, തമിഴ്നാട് രാഷ്ട്രീയത്തിന് എന്തെങ്കിലും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അണ്ണാമലയുടെ രാഷ്ട്രീയ പ്രവേശത്തിന് കഴിയുമോ? വിജയ് വേഴ്സസ് അണ്ണാമലൈ അല്ലെങ്കിൽ TVK വേഴ്സസ് അണ്ണാമലൈ പാർട്ടി എന്ന രീതിയിലേക്ക് ഒരു പുതിയ ബൈനറി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്യുമോ? ഈ ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് അണ്ണാമലയ്ക്ക് വേണ്ടത്? ചേഞ്ച്. തമിഴ്നാടിന് വേണ്ടതും ചേഞ്ച്. മാറ്റത്തിന് വേണ്ടിയുള്ള തമിഴകത്തിൻ്റെ മുറവിളിയിൽ ഉത്തരമായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ വൻപുലിയാണ്. അത് വിജയ് എന്ന താരം, തളപതി യഥാർത്ഥ നേതാവായി മാറി, മുഖ്യമന്ത്രിയായിട്ട് മാറി. എഗൻസ്റ്റ് ഓൾ ഓഡ്സ് മിസ്റ്റർ ജോസഫ് വിജയ് became the ചീഫ് മിനിസ്റ്റർ. പക്ഷെ ഇവിടെ ഉയരുന്ന ചോദ്യം, വിജയ് ഉഴുതിട്ട നിലത്ത് വിജയ് വിത്തിറക്കി വിളവ് കൊയ്ത് മുഖ്യമന്ത്രിയായി എന്നാണോ? ആശയപരമായ വിത്ത് മറ്റൊരാൾ പാകി ദ്രാവിഡ രാഷ്ട്രീയത്തിനെതിരെ ഒരു ചെറുത്തുനിൽപ്പുണ്ടാകണം, പുതിയൊരു രാഷ്ട്രീയമുണ്ടാകണം എന്ന ചിന്ത യുവ മനസ്സുകളിൽ മറ്റൊരാൾ പാകിയത് സമയമായപ്പോൾ പെട്ടെന്ന് വന്ന് ഫാൻ ക്ലബ്ബുകളുടെ സഹായത്തോടു കൂടി വന്ന് വിളവിറക്കി കൊയ്ത് കൊണ്ടുപോയി വിജയ് എന്ന് പറയുന്നതാണോ ശരി? ഇത് വളരെ ഷാർപ്പായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മിസ്റ്റർ അണ്ണാമലൈ ഹാസ് നോട്ട് ബീൻ വെരി ക്ലോസ് ടു ദ BJP ലീഡർഷിപ്പ് ഫോർ സം ടൈം. കുറച്ചു കാലമായി, ഒരു 1-2 വർഷമായി അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല BJPയുടെ നേതൃത്വവുമായി മിസ്റ്റർ അണ്ണാമലയ്ക്ക്. ഓർക്കൂ, അണ്ണാമലൈ വളരെ ചെറുപ്പക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥരാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പോലീസ് IPS പട്ടം അഴിച്ചു വെച്ച് 2019 രാഷ്ട്രീയത്തിൻ്റെ തീയിലേക്കും പുകയിലേക്കും എടുത്ത് ചാടിയ ആളാണ്. ഇറ്റ് വാസ് എ വെരി കാൽക്കുലേറ്റഡ് റിസ്ക്. അണ്ണാമലൈ is a very intelligent man, very fierce police officer, a just man, honorable man, wonderful communicator. ഒന്നാം തരം പ്രഭാഷണം, നല്ല ചിന്തകൾ. തമിഴനൊരു നേതാവിൽ നിന്നും എന്താഗ്രഹിക്കുന്നുവോ അത് ഡെലിവർ ചെയ്യാൻ കഴിയുന്ന വാഗ്ധോരണിയിലെ രൂപത്തിലെങ്കിലും, മാത്രമല്ല ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് സിംഗം, അതായത് ലയൺ എന്ന പേരെടുത്ത ഒന്നാം തരം ഉദ്യോഗസ്ഥൻ, കൃത്യനിർവഹണത്തിൻ്റെ കാര്യത്തിൽ ടാസ്ക് മാസ്റ്റർ കൂടിയായിരുന്നു. ഒന്ന് നിനപ്പതേ മുടിപ്പവൻ, ഉദ്ദേശിച്ച കാര്യം ബൈ ഹുക്ക് ഓർ ക്രൂക്ക്, ബൈ ഫോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നടത്തിയെടുക്കാനുള്ള പ്രാവീണ്യം, അത്രയ്ക്ക് നല്ല ഒരു നേതൃഗുണം ഉള്ളയാളാണ്. അതുകൊണ്ടാണ് ഒന്നുമല്ലാതിരുന്ന BJP തമിഴ്നാട്ടിൽ BJP ഒരു ശക്തിയായിരുന്നില്ല. അണ്ണാമലയുടെ ചുമലിലേറിയാണ് ഭാരതീയ ജനതാ പാർട്ടി തമിഴ്നാട്ടിൽ അസ്തിത്വം നേടിയെടുത്തത് എന്ന് കൃത്യമായി പറയാം. ഒരു 2-3% ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് ഷെയർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അണ്ണാമലയുടെ നേതൃത്വത്തിൽ 11.6% ഒറ്റയടിക്ക് ഉയർത്തുകയാണ്. അത് അണ്ണാമല ഫാക്ടർ എന്നല്ലാതെ എന്ത് പറയാനാണ്? ഒരു വലിയ പദയാത്ര നടത്തുകയാണ്, തമിഴ്നാടിനെ ഇളക്കി മറിച്ചുകൊണ്ട്. നോക്കൂ, ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന ഒരു കക്ഷിയാണ് BJP എന്ന് ഓർക്കണം. ദേശീയത പറയുന്ന ഒരു കക്ഷിയാണ് BJP എന്ന് ഓർക്കണം. തമിഴ്നാട്ടിൽ BJPയുടെ ആശകൾക്ക് അല്ലെങ്കിൽ BJPയുടെ പ്രത്യയശാസ്ത്രത്തിന് നാച്ചുറൽ ട്രാക്ഷൻ ലഭിക്കാൻ സാധ്യത കുറവാണ്. അവിടെ പ്രാദേശികവാദത്തിനാണ് പ്രാധാന്യം. അവിടെ ഒരു ദേശീയ പാർട്ടി, അതിശക്തമായ ദേശീയ പാർട്ടിയായ ഹിന്ദി മേഖലയിൽ വലിയ വേരോട്ടമുള്ള BJPക്ക് തമിഴ്നാടിൽ മേൽവിലാസമുണ്ടാക്കി കൊടുത്ത അല്ലെങ്കിൽ ചലനമുണ്ടാക്കി കൊടുത്ത, ആവേശമുണ്ടാക്കിയ കാര്യമായ വിജയങ്ങളൊന്നും നേടിയിട്ടില്ല കേട്ടോ. കാരണം 11% വോട്ട് ഷെയർ ഉണ്ടെങ്കിൽ വിജയം എങ്ങനെ ഉണ്ടാവുക? ഒരു 30-35% ഉണ്ടെങ്കിലല്ലേ ഒരു മൾട്ടി കോർണർ കോൺടെസ്റ്റിൽ വിജയിക്കാനാവൂ. പക്ഷേ ഏറ്റവും അധികം തമിഴ്നാട്ടിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ അല്ലെങ്കിൽ 4-5 വർഷത്തിനിടയിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെട്ട പേര്, പ്രതിപക്ഷ നിരകളിൽ സംസാരിക്കപ്പെട്ട പേര് അത് വിജയിൻ്റേതായിരുന്നില്ല, അത്
അണ്ണാമലയുടെ ആയിരുന്നു. വിജയ് എക്കാലത്തും ഉണ്ടായിരുന്നു. ഇന്ന് വരും, നാളെ വരും, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും. ഫാൻ ക്ലബ്ബുകൾ എത്രയോ കാലമായിട്ടുണ്ടായിരുന്നു. വിജയിൻ്റെ ഫാൻ ക്ലബ്ബുകൾ എന്നെങ്കിലും രാഷ്ട്രീയ കക്ഷി ആകും എന്നും അറിയാമായിരുന്നു. TVK ആദ്യം തന്നെ വന്ന് നേരിട്ടങ്ങ് അധികാരം പിടിക്കുമെന്നൊന്നും അധികം പേര് വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചില്ല, ആ രൂപത്തിൽ ഞാനും വിചാരിച്ചില്ല. നല്ല വേരോട്ടമുണ്ടാക്കും എന്നറിയാം, പക്ഷേ വിജയിക്കാൻ പോകുന്ന നമ്പേഴ്സ് കിട്ടുമെന്ന് അധികമാരും പ്രതീക്ഷിച്ചില്ല. DMKയ്ക്ക് മേൽക്കൈ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിജയ് അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കും എന്നും അറിയാമായിരുന്നു. പക്ഷെ വിജയ് വിജയിച്ചു വന്നു. പക്ഷേ അണ്ണാമല ഉയർത്തിയ ഒരു രാഷ്ട്രീയമുണ്ട്. അത് ജനങ്ങളുടെ രാഷ്ട്രീയമാണ്, സാധാരണക്കാരുടെ രാഷ്ട്രീയമാണ്, ചെറുപ്പക്കാരുടെ രാഷ്ട്രീയമാണ്, പുതിയ രാഷ്ട്രീയമാണ്. പക്ഷേ ആ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ ശക്തികളുടെ പ്രത്യയശാസ്ത്രത്തിന് ഇടമില്ലാതെ പോയി. അപ്പോൾ തിരിച്ചും സംഘപരിവാർ രാഷ്ട്രീയത്തിന് അണ്ണാമലയ്ക്കോ, അണ്ണാമലയുടെ രാഷ്ട്രീയത്തിന് സംഘപരിവാറിനോ പ്രാധാന്യമില്ലാതെ പോകുന്നു. പക്ഷേ അതേസമയം അതേ ശ്വാസത്തിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. അണ്ണാമല ഹാസ് നെവർ ക്വാറൽഡ് വിത്ത് BJP ആൻഡ് ലെഫ്റ്റ്. അങ്ങനല്ല സംഭവിച്ചത്. BJPയുടെ അധ്യക്ഷനെ പോയി കാണുന്നു നിതിൻ നബീൻ, സാക്ഷാൽ അമിത് ഷായെ ചെന്ന് കാണുന്നു, വളരെ സൗഹാർദ്ദപൂർവ്വം കൈകൊടുത്ത് തനിതാ പുതിയ വഴി തേടാൻ പോകുന്നു, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ എന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ പല പുരികങ്ങളും ചൊളിഞ്ഞു തുടങ്ങി. അവിടെയാണ് അതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ ഞാൻ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ്. അണ്ണാമലയ്ക്ക് നന്നായി അറിയാം, BJPയുടെ നിഴലെങ്കിലും വീണാൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായി പ്രാദേശിക രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കില്ല. BJPക്ക് ഒരു ലെവലിൽ കൂടുതൽ തമിഴ്നാട്ടിൽ പോകാനാവില്ല. അല്ലെങ്കിൽ പിന്നെ തമിഴ് ജനതയുടെ ആകമാന വികാരം മാറണം. അത് ഉടനെ മാറില്ല. അതുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്നും ADMKയും DMKയും ഉഴുതുമറിച്ചിട്ട ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്നും ലേശം മാറ്റം, ദ്രാവിഡ രാഷ്ട്രീയം എന്ന പേര് ഉപയോഗിക്കാതെ തന്നെ അതുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അതെല്ലാം തന്നെ പ്രാദേശികമായി നേടിയെടുക്കാൻ കഴിയണം. അതിന് DMK പരീക്ഷിച്ചു, ADMK പരീക്ഷിച്ചു, അവിയൽ മുന്നണികളെ പരീക്ഷിച്ചു. ഇവരൊക്കെ ഡോളിങ്ങിലൂടെ കുറേ കാര്യങ്ങൾ നൽകി. ഒരുപാട് ഫ്രീ അരി നൽകി, സാരി നൽകി, ആട്ടുകല്ല് നൽകി, സൈക്കിള് നൽകി, ലാപ്ടോപ്പ് നൽകി. ഈ നൽകിയതിൻ്റെ കണക്കുകളൊക്കെ പറയാമെന്നല്ലാതെ ഉദ്ദേശിച്ച തമിഴ്നാട് വളരെ റിസോഴ്സ്ഫുൾ സ്റ്റേറ്റാണ്. ദർ ആർ വെരി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ, റിസോഴ്സ്ഫുൾ സ്റ്റേറ്റ്. അതിനെ പൂർണ്ണമായ പൊട്ടൻഷ്യലിലേക്ക് നയിക്കാൻ മാറി മാറി വന്ന DMK മുന്നണിക്കോ ADMK മുന്നണിക്കോ കഴിഞ്ഞില്ല. ഈ ദേശീയ പാർട്ടികൾ കോൺഗ്രസും BJPയും പിഗ്ഗി ബാക്ക് റൈഡിംഗ് ആയിരുന്നു. DMKയുടെയും ADMKയുടെ ചുമലിലേറി ഓസ്റ്റിൻ അങ്ങ് ഒന്ന് കുറച്ച് സീറ്റുകൾ നേടിയെടുക്കുകയായിരുന്നു. ആ പണി ഇനി വേണ്ട. പുതിയ രാഷ്ട്രീയമാണ്. നിലവിലുള്ള എല്ലാത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ട് വിജയ് വന്നു കഴിഞ്ഞു. അപ്പോൾ വിജയിൻ്റെ മറുപക്ഷത്ത് വിജയ് ഉയർത്തിയ അതേ രാഷ്ട്രീയം അതിനേക്കാൾ മുൻപ് ഉയർത്തിയ അണ്ണാമല അവിടെ നിൽക്കുന്നു. എനിക്ക് സംശയമുണ്ട് അണ്ണാമലൈ 2 വർഷം വൈകിയോ എന്ന്. വിജയ് വരുന്നതിന് മുൻപ് തന്നെ അണ്ണാമലൈ വന്നിരുന്നെങ്കിൽ എന്നത് ഒരു സാങ്കല്പിക ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യം കൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു. പക്ഷേ അത് എന്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ എന്തിനും ഏതിനും ഒരു സമയമുണ്ടല്ലോ. വിജയ് കടന്നു വന്നു, വിജയിച്ചു, അതൊരു ബെഞ്ച് മാർക്കായി മാറി. അപ്പോൾ തനിക്കും കടന്നു വരാം, ഒരുപക്ഷെ വിജയിക്കാം. ഒരു പ്രതിപക്ഷ സ്പേസിലേക്ക് ഇപ്പോൾ MP-മാരില്ല, MLA-മാരില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല, പാർട്ടി പോലും ഉണ്ടാക്കിയിട്ടില്ല. ആകെയുള്ളത് നേതാക്കൾ അല്ലേ, വി ദ ലീഡേഴ്സ്. ഭരണഘടന തുടങ്ങുന്നത് എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതുപോലെ വി ദ ലീഡേഴ്സ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു വേദിയാണ്. അതിലേക്ക് ആർക്കും കടന്നു വരാം. അപ്പോൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അതിലിപ്പോൾ വോളണ്ടിയേഴ്സായി ജോയിൻ ചെയ്തത് ആദ്യ മണിക്കൂറിൽ തന്നെ 3000 പേര്. ഇപ്പോൾ അത് 10 മടങ്ങ്, ലക്ഷക്കണക്കിന് 15 ലക്ഷത്തോളം ആളുകൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ബാൻഡ് വാഗണിൻ്റെ ഭാഗമായി മാറി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? വലിയ ഒരു വോളണ്ടിയർ ബേസ് ഉണ്ടാകുന്നു. ഈ വോളണ്ടിയർ ബേസിൻ്റെ കുഴപ്പം എന്താണ്? കുഴപ്പം വിജയ് ഇനി അനുഭവിക്കാൻ പോകുന്ന കുഴപ്പം തന്നെയാണ്. വിജയ് ഇപ്പോൾ കുഴപ്പമൊന്നും അനുഭവിക്കുന്നില്ല. വിജയനോടൊപ്പമുള്ള രാഷ്ട്രീയക്കാർ കുറവാണ്. പല മേഖലയിൽ നിന്ന് വന്ന ആളുകളാണ്. ബിസിനസ്സുകാരുണ്ട്, എൻജിനീയേഴ്സുണ്ട്, ഡോക്ടേഴ്സുണ്ട്, മറ്റ് പ്രൊഫഷണലുകളുണ്ട്, അധ്യാപകരുണ്ട്. ഇവരൊക്കെ രാഷ്ട്രീയ പ്രക്രിയയിൽ പുതുമുഖങ്ങളാണ്. ഇവർക്കൊന്നും അവരുടെ മണ്ഡലങ്ങളുടെ അതിർവരമ്പുകൾ പോലും ചിലർക്കറിയില്ല. ഈ ഓളത്തിനിടെ ജയിച്ചു വന്ന കഴിഞ്ഞ ദിവസം ഒരാൾ നന്ദി പറയാൻ സംവിധായകരുടെ അടുത്ത് പോവുകയാണ്. അപ്പോൾ അവർ
പറഞ്ഞു, ചേട്ടാ ഇവിടെ അല്ല കേട്ടോ, താങ്കൾ മത്സരിച്ച മണ്ഡലം ഇതല്ല, തൊട്ടടുത്ത മണ്ഡലമാണ്, ഞങ്ങളല്ല താങ്കളുടെ വോട്ട്, ഞങ്ങൾ വേറൊരാൾക്കാണ് വോട്ട് ചെയ്തത്, താങ്കളുടെ മണ്ഡലത്തിൽ പോയി നന്ദി പറയൂ എന്ന് വരെ പറഞ്ഞ് പരിഹസിച്ച് വിട്ട ഒരു രംഗം ഓർക്കുന്നു. അതുകൊണ്ട് അരാഷ്ട്രീയവാദികൾ പലരും വിജയ് ബാൻഡ് വാഗണിലുണ്ട്. സമാനമായ രീതിയിലാണോ ഇവരും സംഘടിപ്പിക്കാൻ പോകുന്നത്? പക്ഷേ അണ്ണാമലൈ വിജയിനേക്കാൾ ഷ്രൂഡർ പോളിറ്റീഷ്യൻ ആകാനുള്ള സാധ്യതയുണ്ട്. നല്ല പഠിതാവായിരുന്നു, അല്ലെങ്കിൽ പിന്നെ IPS കിട്ടില്ലല്ലോ. അതുകൊണ്ട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. എവിടെയാണ് തമിഴിൻ്റെ ഹൃദയം, എവിടെയാണ് അവിടെ തൊട്ട് സംസാരിക്കാൻ അറിയാം. ആകെ ഒരു ബുദ്ധിമുട്ട്, വിജയിനൊരു പ്രത്യയശാസ്ത്രമുണ്ടോ എന്ന് 10 ആവർത്തി ഞാൻ ചോദിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഞാൻ ചോദിക്കുന്നത്, അണ്ണാമലയ്ക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ടോ? എനിക്ക് കാണാൻ കഴിയുന്നില്ല. ദേശീയത പറയുന്നു, BJP പറയുന്നുണ്ടോ ദേശീയത? BJP തള്ളിപ്പറയുന്നുണ്ടോ? ഇല്ലേ ഇല്ല. BJPയുടെ ഹിന്ദുത്വവാദത്തെ തള്ളിപ്പറയുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രാദേശികവാദം അത് പറയാൻ ദ്രാവിഡ കക്ഷികളുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ അണ്ണാമലയ്ക്ക് എന്താണ് പുതിയതായി പറയാനാവുക? ഇതുവരെ ദ്രാവിഡ കക്ഷികളൊന്നും പറയാത്ത, വിജയ് പോലും പറയാത്ത പുതിയതായി എന്താണ് അണ്ണാമലയ്ക്ക് പറയാൻ കഴിയുക? അപ്പോൾ അവിടെ ഒരു പുതുമയുള്ള രാഷ്ട്രീയം ഉണ്ട് എന്ന് നമ്മൾ വെയിൽഡായി പറയുമ്പോഴും ജനങ്ങളെ, ഇപ്പോൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായി യുവജനങ്ങളെ അണിനിർത്താൻ ശ്രമിക്കുമ്പോഴും ഒരു പ്രത്യയശാസ്ത്രപരമായ ക്ലാരിറ്റി കുറവുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഇതൊരു BJPയെ നേരായ വഴിയിൽ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിക്കാൻ കഴിയില്ല. ഇത് ഉറപ്പാണ്. ബംഗാളിൽ കഴിഞ്ഞല്ലോ, പിന്നെ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ കഴിയില്ല? അത് ബംഗാൾ വേറെ, തമിഴ്നാട് വേറെ. വെറുതെ അങ്ങ് പറയുകയല്ല. ബംഗാളിൽ SIR ഉണ്ടായിരുന്നു, മമതയ്ക്കെതിരെ ഉരുണ്ടുകൂടിയ വൻപൻ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ BJP അല്ലാതെ മറ്റൊരു മുഖമില്ലായിരുന്നു. അവിടെ കോൺഗ്രസും CPM ഒക്കെ വല്ലാതെ ക്ഷയിച്ചു പോയി. തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. സ്റ്റാലിൻ്റെ പാർട്ടി ഇപ്പോഴും സംഘടനാപരമായ നല്ല അടിത്തറയുള്ള പാർട്ടിയാണ്. നാളുകളിൽ അധികാരത്തിൽ വരാൻ നല്ല സാധ്യതയുള്ളത് DMKയ്ക്ക് തന്നെയാണ്, മറ്റാർക്കുമല്ല. DMK ഉണ്ടല്ലോ. അവിടെ ഒരു തലമുറ മാറ്റമുണ്ടാകും. ഉദയനിധി സ്റ്റാലിൻ അല്ലേ, സ്റ്റാലിൻ്റെ മകൻ സിനിമാ രംഗത്ത് നിന്ന് തന്നെ വന്ന ആളാണ് ഉദയനിധി സ്റ്റാലിൻ. അടുത്ത നേതാവായി വരും. അദ്ദേഹമാണല്ലോ നിയുക്തൻ. അപ്പോൾ അതുകൊണ്ട് DMKയുടെ കേഡർ ബേസിനെ ഒന്നും കാര്യമായി ടച്ചപ്പ് ഓൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അണ്ണാ DMK ഒരു പക്ഷേ പൊളിച്ചെടുക്കാൻ കഴിയും. അവരുടെ ഈ ഗൗണ്ടർ ബേസിൽ, ഇദ്ദേഹം ഗൗണ്ടറാണ് കേട്ടോ, ഈ പിന്നെ ഒരു ജാതിപരമായി പറയുമ്പോൾ ഗൗണ്ടർ സമുദായത്തിൽപ്പെടുന്ന ആളാണ് സിംഗം അല്ലെങ്കിൽ അണ്ണാമലൈ. അപ്പോൾ ആ ഒരു ബേസ് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പം ജാതീയമായി കൂടി കാണാതെ തമിഴ്നാട് രാഷ്ട്രീയത്തെ നമ്മൾ അങ്ങനെ അങ്ങ് റാഷണലായി മാത്രം കാണാനാവില്ല. അതുകൊണ്ട് വിജയിന് ഒരു മാസ് പരിവേക്ഷമുണ്ട്, അദ്ദേഹത്തിന് സിനിമകളുടെ പിൻബലമുണ്ട്, വിജയിൻ്റെ പാട്ടുകളുണ്ട്, ആക്ഷനുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിനെ വെല്ലാൻ അണ്ണാമലയ്ക്ക് കഴിയുമോ? കഴിയാം. കാരണം വിജയ് പരാജയപ്പെടുന്നത് എവിടെയാണ്? ഏതെങ്കിലും രീതിയിൽ പരാജയപ്പെട്ടാൽ അതെവിടെയാണ്? വിജയൻ്റെ പാർട്ടിയിൽ കടന്നുകൂടിയ വൻപൻ സ്രാവുകളുണ്ടല്ലോ, അധികാരം എവിടെയാണോ അവിടേക്ക് എപ്പോഴും ഒഴുകിയെത്തുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ ചിലരൊക്കെ EDയുടെ വലയിലാവാം. കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ പപ്പടം പോലെ പൊളിച്ചെടുക്കാം. തൃണമൂലിൻ്റെ 80 MLAമാരിൽ ബംഗാളിൽ 60 പേരെ മാറ്റി നിർത്തിയില്ലേ? ഇവർക്കെല്ലാം എതിരെ അഴിമതി ആരോപണങ്ങളുണ്ട്, ED കേസുകൾ വരാം, CBI അന്വേഷണം വരാം. അതൊക്കെ പേടിച്ച് മാറി നിന്നാൽ, മമതാ ബന്ധം ഉപേക്ഷിച്ചാൽ നന്ന് എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കില്ലേ ബംഗാളികൾ, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്സുകാർ? അതുപോലെ ചിന്തിക്കാൻ എന്തുകൊണ്ട് അമാന്തിക്കും? ഇത് സംഭവിക്കാം. അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുഗ്രഹം, രഹസ്യമായ അനുഗ്രഹം, ഭാരതീയ ജനതാ പാർട്ടിയുടെ രഹസ്യമായ അനുഗ്രഹം, നാഗ്പൂരിലിരുന്നു കൊണ്ട് RSSൻ്റെ വെയിൽഡ് പ്ലോട്ട് ഇതെല്ലാം ഹാച്ച് ചെയ്യുന്നത് അണ്ണാമല എന്ന നിരുപദ്രവകാരിയിലൂടെയാണോ? ലോക്കൽ ആക്സെപ്റ്റൻസ് അത് അണ്ണാമലയ്ക്കേ ലഭിക്കൂ. BJPക്കല്ല, RSSനല്ല, മോദിക്കല്ല, അമിത്ഷായ്ക്കല്ല. തമിഴ് സ്വത്വം പെറാൻ കഴിയുന്നത് അണ്ണാമലയ്ക്കാണ്. ഒരുപക്ഷെ തമിഴ് ഭാഷ എടുത്ത് അമ്മാനമാടും അണ്ണാമലൈ. വിജയ് അമ്മാനമാടുന്നതിനേക്കാൾ കൂടുതൽ അണ്ണാമലയ്ക്ക് അത് പറ്റും. പൂർണ്ണമായ തമിഴ് അസ്തിത്വത്തിലേക്ക്, തമിഴ് ദേശീയത, അത് ഇന്ത്യൻ ദേശീയത കൈവിടാതെ തന്നെ തമിഴ് ദേശീയത നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അത് വളരെ ടാക്ട്ഫുള്ളായി മുന്നോട്ട് കൊണ്ട് കേന്ദ്രവിരുദ്ധതയില്ലാതെ, BJP വിരുദ്ധതയില്ലാതെ, കേന്ദ്ര രാഷ്ട്രീയമായി ഏറ്റുമുട്ടാതെ തന്നെ തമിഴ് സ്വത്വം ഉയർത്തിപ്പിടിക്കുകയും കൈ അയച്ച കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരിലാളന ലഭിക്കുകയും ചെയ്താൽ അണ്ണാമലയ്ക്ക് മുന്നോട്ട് പോകാനാവും എന്ന് ചിന്തിക്കുന്നവർ അനേകരാണ്. വിജയിന് അങ്ങനെ മുന്നോട്ട് പോകാനാവില്ല. വിജയ് വഴങ്ങിയാൽ കേന്ദ്ര സർക്കാരിന്
മയപ്പെട്ട് വഴങ്ങി ഇന്ത്യ സഖ്യമെന്നും പറഞ്ഞ് ചാടി നിൽക്കാതെ അങ്ങനെ വഴങ്ങി നിന്നാൽ, ഓരം ചേർന്ന് നിന്നാൽ വിജയന് മുന്നോട്ട് പോകാം. അല്ല എങ്കിൽ ദേ വിൽ യൂസ് അണ്ണാമലൈ. ഇതൊരു വലിയ പ്രസ്റ്റീജ് പോരാട്ടമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം തമിഴകം പിടിക്കുക കേരളം നടക്കില്ല, അത് ഉടനെയൊക്കെ നടക്കില്ല. അതുകൊണ്ട് കാരണം അവിടുത്തെ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പസിഷൻ അങ്ങനെയാണ്. 45% ന്യൂനപക്ഷങ്ങളാണ്. ഒരുപക്ഷെ അത് എണ്ണം കൂടാം. ഒരു പതിറ്റാണ്ടിന് ശേഷം കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 50%-ഓളം ന്യൂനപക്ഷ സമുദായമാവാം. അവിടെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കാര്യമായ വേരോട്ടം ഉണ്ടായില്ല എങ്കിൽ BJPക്ക് കേരളം ഭരിക്കുന്നത് അസാധ്യമായി മാറും. തമിഴ്നാട് അങ്ങനെയല്ല, 90% ജനങ്ങളും ഹിന്ദുക്കളാണ്. അതുമാത്രമല്ല, ഏറ്റവും അധികം ക്ഷേത്രങ്ങളുള്ള നാട് ഇന്ത്യയിൽ തമിഴ്നാടല്ലേ, വിശ്വാസികളുള്ള നാടല്ലേ. റാഷണൽ ചിന്തയൊക്കെ ഉണ്ട്. EVR പെരിവാറിൻ്റെ ഒക്കെ എത്തിയില്ലവും റാഷണൽ ചിന്തയൊക്കെ ഒരു വശത്തുണ്ട്. പക്ഷേ അവരൊക്കെ ഭഗവാനെ വിളിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഭഗവതിയെ വിളിക്കുന്നവരാണ്, ഹിന്ദു വിശ്വാസികൾ കൂടി. ഇതെല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് തമിഴ്നാട്ടിൽ. അവിടെ അണ്ണാമലയ്ക്ക് ഒരു കസറാൻ സാധിക്കും എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് BJPയുടെ ഒരു സ്കീം ഓഫ് തിങ്സിലൂടെ കടന്നു വരുന്ന അണ്ണാമലയെ തളയ്ക്കാൻ ദളപതിക്ക് കഴിയുമോ? സിംഗം വേഴ്സസ് ദളപതി എന്ന രീതിയിൽ പോരാട്ടം നോക്കുമ്പോൾ മറ്റൊരാൾ കൂടി ഉണ്ട്. DMKയുടെ സ്റ്റാലിൻ്റെ പുത്രൻ ഉദയനിധി സ്റ്റാലിൻ, സിംഗം എന്ന അണ്ണാമലൈ, ദളപതി എന്ന വിജയ്, ഈ 3 പേരും ഒരു പരിധിവരെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഇനിയുള്ള വർഷങ്ങളിൽ നിറഞ്ഞു നിൽക്കാനുള്ള സാധ്യതയും AIADMK കാലയവനികയ്ക്കുള്ളിൽ ഒരു നേതാവില്ലിപ്പോൾ. EPS ആണുള്ളത്. EPS ഒന്നും ഒക്കെ സ്പെൻഡ് ഫോഴ്സാണ്. OPS പോയി. ഇനി മറ്റാരാണുള്ള ജലതയില്ല, മറ്റ് സിനിമാ താരങ്ങളൊന്നുമില്ല. പിന്നെ ആരാണ് ADMK? അവരൊക്കെ ഉയർത്തുന്ന വാദമെന്ന് പറഞ്ഞാൽ DMK ഉണ്ടല്ലോ, അത് കേഡർ പാർട്ടിയാണല്ലോ. ADMK കേഡർ പാർട്ടിയൊന്നുമല്ല, മാസ് പാർട്ടിയാണ്. അപ്പോൾ അതിനൊക്കെ പരിമിതികളുണ്ടാവും. കൊച്ചു കൊച്ചു പാർട്ടികളുണ്ട്, അവരെക്കാലത്തും ഉണ്ടാവും. അവരൊക്കെ വോട്ട് കട്ടേഴ്സ്, വോട്ട് ഈറ്റേഴ്സ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്നവർ, അങ്ങനെയൊക്കെ ആകും. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം പ്രേക്ഷകരോട് പങ്കുവെക്കുന്ന ഇതാണ്: അണ്ണാമലയെ തള്ളിക്കളയാൻ ആവില്ല. കൃത്യമായി എനിക്ക് പറയാനാവില്ല BJPയുടെ പ്ലാൻ ബിയുടെ ഭാഗമാണ് അണ്ണാമലയെന്ന് കൃത്യമായി പറയാനാവില്ല. പക്ഷേ ആ ഒരു സാധ്യത തള്ളിക്കളയാനുമാവില്ല. അതുകൊണ്ട് ഇനിയുള്ള അണ്ണാമലയുടെ ചുവടുവയ്പ്പുകൾ നമുക്ക് സാഗൂതം വീക്ഷിക്കാം. അണ്ണാമല BJPക്ക് അതീതമായ സ്വതന്ത്രമായൊരു വ്യക്തിത്വം, അസ്തിത്വം നേടിക്കൊണ്ട് തമിഴകത്തിൻ്റെ ഹാർട്ട് ത്രോബായി വന്നാൽ തീർച്ചയായും BJP വിരുദ്ധ, കേന്ദ്ര സർക്കാർ വിരുദ്ധ, DMK വിരുദ്ധ, EDMK വിരുദ്ധ, വിജയ് വിരുദ്ധ റിയൽ തമിഴക കക്ഷിയായി തമിഴർ എന്താഗ്രഹിച്ചോ അത് നൽകുന്ന സംശുദ്ധമായ രാഷ്ട്രീയവുമായി വന്നാൽ കുഡോസ് ടു അണ്ണാമലൈ. അല്ല എങ്കിൽ വളഞ്ഞ വഴിയിൽ BJPക്ക് അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കാൻ ഇദ്ദേഹം ഒരു കരുവായി നിൽക്കുന്നു എങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി തമിഴകത്തിനുണ്ട്. ദേ ആർ ഓൾസോ ഷാർപ്പ് പൊളിറ്റിക്കൽ റീഡേഴ്സ്. കേരളം മാത്രമല്ല, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടാണ് തമിഴ്നാട്. അവർ സിനിമാ താരങ്ങളുടെ പുറകെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തമിഴകത്തെ രാഷ്ട്രീയത്തെ നമ്മൾ കൊച്ചാക്കി തുച്ഛീകരിച്ച് കാണേണ്ടതില്ല. അവർക്ക് ഷാർപ്പ് റീഡിംഗ് ഉണ്ട്. എല്ലാവരും ഡോളിങ്ങിന് പുറകെ പോകും, എല്ലാവരും ഫ്രീ ബീസ് കൊടുക്കും. അത് അണ്ണാമലയാണെങ്കിലും ഓഫർ ചെയ്യുന്നത് ഫ്രീ അരി, ഫ്രീ സൈക്കിൾ എല്ലാം തന്നെ ഓഫർ ചെയ്യപ്പെടും. അതിന് മാറ്റമുണ്ടാവില്ല. പക്ഷേ പ്രൊഡക്ടിവിറ്റി ഓറിയൻറ്റഡ് തമിഴിൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിക്കാൻ, ആഭ്യന്തരമായി ഉപയോഗിക്കാൻ തക്ക രീതിയിൽ കേന്ദ്രവുമായി ഏറ്റുമുട്ടാതെ തന്നെ അത് സാധിക്കുമെങ്കിൽ ആ രീതിയിൽ കേന്ദ്രവിരുദ്ധത മാത്രം പറഞ്ഞുകൊണ്ടും, ഹിന്ദി വിരുദ്ധത മാത്രം പറഞ്ഞുകൊണ്ടും, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ വിരുദ്ധത മാത്രം പറഞ്ഞുകൊണ്ടും എത്ര കാലം തമിഴ്നാട് നിൽക്കാൻ പറ്റും? കുറേയൊക്കെ പൊരുത്തപ്പെടലുകൾ കേരളവും ചെയ്യേണ്ടി വരും, തമിഴ്നാടും ചെയ്യേണ്ടി വരും. എത്രമാത്രം പൊരുത്തപ്പെടലാകാം? മുഴുവൻ സ്വത്വം അടിയറ വെക്കാനാവില്ല, തമിഴ് ഭാഷ അടിയറ വെക്കാനാവില്ല. അതുകൊണ്ടാണ് അണ്ണാമലൈ പറഞ്ഞത് 3 ലാംഗ്വേജ് ഫോർമുല സ്ട്രിക്റ്റായി ഫോളോ ചെയ്യണം. തമിഴ് സ്വത്വം ഭാഷ നിലനിർത്തപ്പെടണം. ഒരു അടിച്ചേൽപ്പിക്കലുകളും ഭാഷാപരമായ എന്ത് കടന്നുകയറ്റങ്ങളും തമിഴ്നാട്ടുകാർ ക്ഷമിക്കില്ല, സഹിക്കില്ല, മാപ്പ് കൊടുക്കില്ല. അക്കാര്യം സെറ്റപ്പാക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളിൽ ചെറിയ വഴങ്ങലോടുകൂടി പ്രായോഗിക രാഷ്ട്രീയം കൊണ്ടുവരാൻ അത് നല്ലതായിരിക്കും, തമിഴ്നാട് നല്ലതായിരിക്കും. അതുകൊണ്ട് അന്ധമായ കേന്ദ്രവിരുദ്ധതയല്ല, മറിച്ച് ഇവർ സതീശനൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നൊരു നയമുണ്ട് കേരളത്തിൽ. സതീശൻ BJP അനുകൂലിയാണെന്ന് പറയാൻ പറ്റുമോ? കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ അല്ലേ. പക്ഷേ നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്റോട് ഇപ്പോൾ ഏറ്റുമുട്ടണ്ട എന്ന ഒരു നയം, അത് താൽക്കാലികമാകാം. സമാനമായൊരു നയത്തിലൂടെ
മുന്നോട്ട് പോകാനാവുമോ? ഒരു ഫെഡറൽ കോൺഫ്ലിക്റ്റ് അല്ല, ഒരു ഫെഡറൽ അമിറ്റിയിലൂടെ തമിഴ്നാട് മുന്നോട്ട് പോകാനൊക്കുമോ? അത് പുതിയ രാഷ്ട്രീയമായി മാറുമോ? ദേശീയ ഉഗ്രഥനം, നാഷണൽ ഇൻറ്റിഗ്രേഷൻ പുതിയ രൂപത്തിൽ വരുമോ? തമിഴ്നാടിൻ്റെ പരമാവധി പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ചിന്ത കൂടി ഉണ്ട് ഇതിന് പിന്നിൽ. അതുകൊണ്ട് വിജയനും അണ്ണാമലയ്ക്കും ഉദയനിധി സ്റ്റാലിനും ഒരുപോലെ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് മേ ദ ബെസ്റ്റ് എമർജ് ആസ് ദി അൾട്ടിമേറ്റ് ഫേസ് ഓഫ് തമിഴ്നാടു എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തട്ടെ. നമസ്കാരം.